ഈ കാണുന്ന 4 ബോക്സസും ഇന്ന് വന്നിട്ടുള്ള സ്റ്റോക്കാണ്. അക്വേറിയം ആൻഡ് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് സൈഫൺ പമ്പാണ്. ഇത് അക്വേറിയത്തിൽ നമ്മുടെ ഫിഷ് ടാങ്കിലൊക്കെ വെള്ളം ചേഞ്ച് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇതിന്റെ കൂടെ ടാപ്പ് കൂടെ ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് ഓപ്പൺ ചെയ്യാം, ആവശ്യമില്ലാത്തപ്പോൾ ക്ലോസ് ചെയ്യാം. ഇത് ഫിൽറ്ററാണ്, സ്പോഞ്ച് ഫിൽറ്ററാണ്. ഫിഷ് ടാങ്കിൽ വെള്ളം ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിനകത്തൊരു സ്പോഞ്ച് ഉണ്ട്, അതെടുത്ത് കഴുകി വെച്ചാൽ മതി. ഇതിൽ തന്നെ എയർ ബബിൾസ് ഉള്ളതുകൊണ്ട് എയർ സ്റ്റോൺ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ടാങ്കിന്റെ വലിപ്പം അനുസരിച്ചാണ് ഫിൽറ്റർ ചൂസ് ചെയ്യേണ്ടത്. ഇത് ഇന്റേണൽ ഫിൽറ്ററാണ്, വെള്ളത്തിനകത്ത് വയ്ക്കുന്നതാണ്. ഇത് കിളികളുടെ കൂട്ടിൽ വെള്ളവും ഫുഡും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. കിളിക്കൂട്ടിലെ കമ്പിയിൽ ഇത് ഹാങ് ചെയ്തിടുന്നതാണ്. ഫുഡ് വയ്ക്കുന്ന പാത്രം മറിച്ചിടാതെയും വൃത്തിയേടാക്കാതെയും ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനും പറ്റും. ഇത് പിന്നെ എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഫിഷ് നെറ്റ്. മീനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും അതുപോലെ അമിതമായിട്ടുള്ള ഫുഡിനെയൊക്കെ എടുത്ത് കളയാനും നമുക്ക് ഈ ഫിഷ് നെറ്റ് യൂസ് ചെയ്യാം. ഇത് ആർട്ടിമിയ ഫ്ലാക്സ്, കുഞ്ഞു മീനുകൾക്ക് ഉള്ള ഫുഡാണിത്. ഇത് കൂടുതലും ഫിഷ് ഫാമിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് പെഡിഗ്രി പ്രോ ഡോഗ് ഫുഡാണ്. അഡൽറ്റിനും പപ്പിക്കും അവൈലബിൾ ആണ്. സാധാ പെഡിഗ്രിയേക്കാളും കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളതാണ് പെഡിഗ്രി പ്രോ. ഇത് കുഞ്ഞു പട്ടിക്കും പൂച്ചയ്ക്കുള്ള ബെൽറ്റ് ആണ്. ഇത് സെൽഫ് ക്ലീനിങ് കോംബാണ്. കാറ്റിനും ഡോഗിനും യൂസ് ചെയ്യാം. ഹെയറിനെ നമ്മൾ കൈ കൊണ്ട് എടുത്ത് കളയണമെന്നില്ല, ഇത് സെൽഫായിട്ട് തന്നെ ക്ലീൻ ആയിക്കോളും. ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ബാക്കിലത്തെ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇത് ഡോഗിനും കാറ്റിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഫുഡ് ബൗളാണ്. ഇത് പല അളവുകളിൽ അവൈലബിൾ ആണ്. ഈ ബൗളിലാണ് ഫുഡ് വെക്കുന്നതെങ്കിൽ ഡോഗിനോ കാറ്റിനോ ചവിട്ടി മറിക്കാനൊന്നും പറ്റില്ല. ഇത് കാറ്റിനും ഡോഗിനും ഒക്കെ ഉള്ള ടോയ്സ് ആണ്. ഈ ടോയ് കുറച്ച് സ്ട്രോങ് ആണ്. ഇത് സോഫ്റ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ബോക്സ് പൊട്ടിക്കാം. ഇത് അക്വേറിയം ടോപ്പ് ഫിൽറ്റർ ആണ്. ഇതും ടോപ്പ് ഫിൽറ്റർ തന്നെയാണ്. ഇത് പെഡിഗ്രി പ്രോ പപ്പിയാണ്. നമ്മൾ നേരത്തെ കണ്ടത് അഡൽട്ട് ആണ്. ഇത് മദർ ആൻഡ് പപ്പി സ്റ്റാർട്ടർ ആണ്. ഇത് പപ്പിയുടെ സാധാ പെഡിഗ്രി ആണ്, മറ്റേത് പെഡിഗ്രി പ്രോ. ഇത് മിയാവിന്റെ കാറ്റ് ഫുഡാണ്. ട്യൂണ ഫിഷിന്റെ ഫ്ലേവർ ആണ്. ഇതിൽ ബാക്കിലുള്ള ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് വായിക്കണം. ഇതിൽ തന്നെ നമ്മുടെ നോർമൽ ഫുഡിൽ നിന്ന് ഈ മിയോ ഫുഡിലേക്ക് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഗൈഡ് കൊടുത്തിട്ടുണ്ട്. ഇത് നാനോ അക്വേറിയം ലാമ്പ്. നമ്മുടെ ഫിഷ് ബൗളിലൊക്കെ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. ഫിഷ് ബൗളിൽ മാത്രമല്ല, അല്ലാതെ നമ്മുടെ ബീറ്റ ഫിഷ് ഒക്കെ ഇടുന്ന ചെറിയ ചെറിയ ടാങ്ക്സ് ഉണ്ടല്ലോ, അതിലൊക്കെ ഇത് ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് പല കളറിലും അവൈലബിൾ ആണ്. ഇത് ഫിഷ് മെഡിസിൻ ആണ്, മിസ്റ്റർ യെല്ലോ. ഇത് ആന്റിസെപ്റ്റിക് മെഡിസിൻ ആണ്. ഇതുപോലുള്ള 2 മെഡിസിൻസ് ആണ്, മിസ്റ്റർ ഗ്രീനും മിസ്റ്റർ ബ്ലൂവും. മിസ്റ്റർ ബ്ലൂ ഫംഗൽ ഇൻഫെക്ഷനും മിസ്റ്റർ ഗ്രീൻ വൈറ്റ് ഡോട്ട്സും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ആണ്. ഇതെല്ലാം ട്രൂൾസിന്റെ കാറ്റ് ഫുഡാണ്. ഈ കവറിന്റെ എല്ലാം ബാക്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിലും ഈ നമ്മുടെ നോർമൽ ഫുഡിൽ നിന്ന് എങ്ങനെ ഈ കാറ്റ് ഫുഡിലോട്ട് മാറ്റണം എന്നുള്ള ഒരു ഗൈഡൊക്കെ ഉണ്ട്. അതെല്ലാം വായിച്ചു നോക്കിയിട്ട് വേണം ഇത് കൊടുക്കാനായിട്ട്. സാധാരണ കൂടുതൽ ആളുകളും അത് വായിച്ചു നോക്കാറില്ല. അങ്ങനെ നമ്മുടെ അൺബോക്സിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ അക്വേറിയം ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് അക്വേറിയം. ജെസ്സി അക്വേറിയം എന്നാണ് അക്വേറിയത്തിന്റെ പേര്. ഇതിന്റെ സ്ഥലം പനച്ചമൂടാണ്. ഇത് അക്വേറിയം മാത്രമല്ല, പെറ്റ് സ്റ്റോർ കൂടിയാണ്. ആദ്യം ഇത് അക്വേറിയം ആയിട്ടാണ് തുടങ്ങിയത്, പിന്നീടാണ് പെറ്റ് സ്റ്റോർ കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ പേര് ജെസ്സി അക്വേറിയം എന്നുള്ളത്. ഇതിന്റെ അകം പെട്ടെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം.
ഈ അക്വേറിയത്തിന്റെ ലൊക്കേഷൻ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇനി ഇതുപോലുള്ള വീഡിയോസ് കാണുന്നതിനായി ഇൻസൈഡ് ജെസ്സി അക്വേറിയം എന്ന പ്ലേലിസ്റ്റ് സേവ് ചെയ്യുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.